ആരാണ് ഇവർക്ക് സനാതന ധർമ്മത്തിന്റെ കുത്തകാശം കൊടുത്തത്? സുധാകര ശ്യാമളൻ സാർ നല്ല ഉഷാറിലാണല്ലോ. ആരാണ് ഇവർക്ക് സനാതന ധർമ്മത്തിന്റെ കുത്തകാശം ഏറ്റെടുക്കാൻ ഇവർക്ക് എന്തിന് ധൈര്യമാണുള്ളത്? വേണ്ട വേണ്ട, ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഇവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിനാണോ ഈ സനാതന ധർമ്മത്തെ കുറിച്ച് പറയാനുള്ള അവകാശം ഇരിക്കുന്നത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞ സ്പീക്കറുണ്ട്. അവരാണോ സനാതന ധർമ്മത്തിന് വിലയിടാൻ നിൽക്കുന്നത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്താ അല്ലേ? ഗണപതി മിത്തല്ലേ? റിയാലിറ്റി ആണോ? ഗണപതി റിയാലിറ്റി ആണോ? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അള്ളാഹു റിയാലിറ്റി ആണോ? ചോദിക്കേ. അള്ളാഹു മിത്താണോ? അതുകൂടി അങ്ങ് പറഞ്ഞോ. നമുക്ക് ചില യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മിത്തായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങളെ സംബന്ധിച്ചാ ഞാൻ ചോദിച്ചത്. യുക്തിവാദിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഗണപതി മിത്തായത് നിങ്ങൾ യുക്തിവാദി അല്ലാത്തതുകൊണ്ടാണോ? ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ പറയൂ, അള്ളാഹു മിത്താണോ അല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനലിലൂടെ താങ്കളുടെ വിചാരം സാറല്ല, കളസങ്കീറിന്ന് മനസ്സിലായി. ഇനി തൊലി ഉരിച്ച് ഞാൻ വിടും, തൊലി ഉരിച്ച് വിടും. അത് ഉരിയാൻ കുറച്ച് പാടാണ്. ഇറങ്ങി ഓടും സ്റ്റുഡിയോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങളുടെ തനിനിറൊക്കെ ഇവിടെ വെളിച്ചത്ത് വന്നു. അതായത് ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല എന്ന് പറയുന്ന ആള് ഈ അള്ളാഹുവിന്റെ കാര്യം ചോദിക്കുമ്പോ ബബ്ബ അടിക്കുന്നത് നാട്ടുകാർ കണ്ടു. അപ്പൊ ഇനി നാട്ടുകാർ തീരുമാനിച്ചുള്ള ആരുടെ തൊലിയാ ഉരിഞ്ഞത് എന്നുള്ളത്. എന്താ ഞാൻ പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് മിത്താണ്. തീർന്നല്ലോ, സമാധാനമല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. അപ്പൊ അതെ, നാളെ വാർത്തയിൽ വരും ഇടതുപക്ഷം സമ്മതിച്ചു അവിടെ. അപ്പൊ നിങ്ങൾ ഷംസീറിനെ തിരുത്തുകയാണോ ചെയ്യുന്നത്? ഗോവിന്ദനെ തിരുത്തുകയാണോ ചെയ്യുന്നത്? അതെ, അല്ല, ഇപ്പൊ ഞാൻ അള്ളാഹു മിത്താണെന്ന് പറയാൻ എനിക്ക് ആരോ ഫണ്ട് ചെയ്യുന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ അള്ളാഹു മിത്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ടാണോ? അതോ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ യുക്തിവാദിയായി മാറിയോ? എന്നാ പിന്നെ ഞാനങ്ങട്